ഗുഡ് മോർണിംഗ്. ശരിക്കും ഇതൊരു വലിയൊരു തിരിച്ചടിയായിട്ട് വേണം നമ്മൾ കാണാൻ. ഇതിൻ്റെ നിയമപരമായ മറ്റ് നടപടികൾ എന്തായിരിക്കും ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്ന്? ശ്രീകണ്ഠൻ, ഇതില് തിരിച്ചടി എന്ന് പറയാൻ ഒന്നുമില്ല ഈ കേസിൽ. കാരണം നമ്മൾ വിചാരണ നേരിടുന്നതിന് ഇടയ്ക്കാണ് ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് കൊണ്ടുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ഒരു ഹൈക്കോടതിയിൽ വിട്ടുകൊടുക്കാൻ സജസ്റ്റ് ചെയ്തത്. അത് പ്രകാരം നമ്മൾ ഇന്ന് നമ്മളുടെ ഭരണഘടനാ ബെഞ്ച് അടക്കമുള്ള വിധികൾ വളരെ സ്പഷ്ടമായി പറയുന്ന ഒരു കാര്യമാണ്. ജസ്റ്റിസ് ബദറുദ്ദീൻ പറഞ്ഞിട്ടാണ് ഈ കേസ് റദ്ദ് ചെയ്തിട്ടുള്ളത്. കാരണം കോടതിയിൽ നടക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെളിവ് നശിപ്പിക്കുന്നതോ മാറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് അന്വേഷിക്കേണ്ടത് 340 CRPC പ്രകാരമാണ് എന്ന് ഇക്ബാൽ സിംഗ് മാർവ അടക്കമുള്ള കേസുകളിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് 100% പറയുന്നത് കോടതിയുടെ ഉള്ളിൽ വെച്ചാണ്. കാരണം ഈ സംഭവ സ്ഥലവും കോടതിയാണ്, FIR സ്ഥലവും കോടതിയാണ്. ഇത് ഇങ്ങനെയാണെങ്കിൽ നിർബന്ധമായും ഇത് 340 പ്രകാരമുള്ള ഒരു പ്രൈവറ്റ് കംപ്ലൈന്റിന്റെ നടപടിക്രമങ്ങളാണ് പോകേണ്ടത് എന്ന് സുപ്രീം കോടതിയിലെ ഒരു 200ഓളം ജഡ്ജ്മെന്റുകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വ്യത്യസ്തമായ വിധി വന്നത് എന്ന് ഇതുവരെ ഇപ്പോഴും അവർ പറയുന്നത് അവരുടെ വിധി പൂർണ്ണമല്ല, ഞങ്ങൾക്ക് തെറ്റുകളുണ്ട്, ഞങ്ങൾ വൈകുന്നേരം അത് അപ്ലോഡ് ചെയ്യാന്നാണ് പറയുന്നത്. ഇത്രയും കാലം ഇത് എഴുതിയ ജഡ്ജിമാർക്ക് പോലും ഒരു വ്യക്തതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഒരു വിധി പുറപ്പെടുവിച്ചാൽ ഒരു 5 മിനിറ്റിനുള്ളിൽ ഇതിന്റെ അഭിഭാഷകർക്ക് ഇത് വായിക്കാൻ ലഭിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് ഓൾറെഡി അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇതിപ്പോൾ തരാൻ വേണ്ടി കഴിയില്ല, വൈകിട്ട് മാത്രമേ അപ്ലോഡ് ചെയ്യുകയുള്ളൂ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വിധി പറഞ്ഞത് എന്ന് ഇപ്പോഴും ഒരു വ്യക്തതയുമില്ല. അതിനുണ്ടാവേണ്ട ഒരു കാരണം ശിവമണി എന്നൊരു കേസിൽ അദ്ദേഹം ഈ കേസ് കേൾക്കുന്ന ജഡ്ജിമാരിൽ ഒരാൾ എനിക്ക് സൂചിച്ചിരുന്നു. ശിവമണി എന്നൊരു കേസിൽ ഇതുപോലുള്ള കാര്യങ്ങളാണെങ്കിലും ഇത് പോലീസ് അന്വേഷിക്കാൻ ഒരു വിധി ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് വസന്ത് സാറ് വളരെ വ്യക്തമായി വിശദീകരണം നൽകുകയും ശിവമണി കേസിൽ ഒരു അഭിഭാഷകൻ സ്വന്തം കക്ഷിയുടെ പൈസ അടിച്ചു മാറ്റുന്നതിന് വേണ്ടി ഒരു കള്ളക്കേസ് കൊടുത്ത് അദ്ദേഹത്തിന്റെ MACT എമൗണ്ട് എടുത്ത കേസിൽ മദ്രാസ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു റിട്ട് കേസിലെ ഒരു ജുഡീഷ്യൽ ഓർഡർ ആയിരുന്നു ചലഞ്ച് ചെയ്തത്. അതിൽ ഇതുപോലുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഇത് ഒരു കോർട്ടിന്റെ ജുഡീഷ്യൽ ഓർഡർ ആയതുകൊണ്ട് 195(1)B നിലനിൽക്കില്ല എന്ന് പറഞ്ഞു. അതാണ് ഇതിലേക്കും എടുത്തു മാറ്റിയുള്ളത്. കാരണം ഈ കേസിൽ ആന്നി രാജു എന്ന എന്റെ കക്ഷി ഒരു തരത്തിലും എവിടെയും പ്രതിയായിരുന്നില്ല, അദ്ദേഹത്തിന് ഒരു ഇൻവോൾവ്മെന്റും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു ജൂനിയർ അഭിഭാഷകൻ എന്ന നിലയ്ക്ക് അദ്ദേഹം സീനിയർ പറഞ്ഞത് പ്രകാരം ഈ പ്രതിയുടെ ഇതിൽ ശരിക്കുണ്ടായിരുന്ന പ്രതിയുടെ അമ്മാവൻ ഈ സാധനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ അദ്ദേഹത്തെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ആ രജിസ്റ്ററിൽ ഒപ്പുവെക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അത് തിരിച്ചു കൊടുക്കുമ്പോഴും അദ്ദേഹം അതുപോലെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ആരെങ്കിലുമായി ഗൂഢാലോചന നടത്തിയതിനോ എന്തെങ്കിലും പറഞ്ഞതിനോ ഒരു തെളിവുമില്ല. ഓക്കെ, താങ്ക് യു അഡ്വക്കേറ്റ് ദീപക് പ്രകാശ്. എന്നാലും ആന്റണി രാജു ഒരു കൊല്ലത്തിനകം വിചാരണ നേരിടണം. ആ വിചാരണ ഒരു കൊല്ലത്തിനകം പൂർത്തിയാക്കണമെന്ന് സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നു. എന്നാൽ വിധി പകർപ്പ് ഇതുവരെ കിട്ടിയില്ലെന്നാണ് ആന്റണി രാജുവിൻ്റെ അഭിഭാഷകൻ നമ്മോട് അല്പം മുമ്പ് പറഞ്ഞത്.